അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. നമ്മൾ 70 വരെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചെയ്യാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ ക്വസ്റ്റ്യൻ കാണാമല്ലോ. എ സിലിണ്ടർ ആൻഡ് എ കോൺ ഹാവ് സെയിം ബേസ് സെയിം ഹൈറ്റ്. സെയിം ബേസുമാണ് സെയിം ഹൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. സെയിം ഹൈറ്റും തന്നിട്ടുണ്ട്, പിന്നെന്താണ് സെയിം ബേസും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ എന്താ? വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് πr²h ആണല്ലേ. πr²h ആണ്. അതുപോലെ തന്നെ പിന്നെന്തിൻ്റെ വോളിയം പറഞ്ഞത്? വോളിയം ഓഫ് കോൺ അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കോൺ പിന്നെ എന്താണ് കോൺ? എന്താ 1/3 πr²h ആണ്. 1/3 πr²h ആണ്. ക്ലിയർ? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിൻ്റെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസും ഹൈറ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസും ഹൈറ്റും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുള്ള ഹൈറ്റ് രണ്ടിനുള്ളിൽ ബേസ് അവിടെ ഒരു ഫാക്ടർ ആവുന്നില്ല. റേഷ്യോ എന്താണ് റേഡിയസ് വരുന്നുണ്ട്, അതും ഈക്വലാണ്. അപ്പോൾ എന്താണ് ഒന്നുമില്ല, ഇത് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. ഇതിൻ്റെത് πr²h ഈസ് ടു 1/3 πr²h. രണ്ട് സൈഡിലും πr²h ഉണ്ട്. അപ്പോൾ എന്ത് വരും? ഇവിടെ 1:1/3 എന്ന് വരും. 1:1/3 ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിനെ എങ്ങനെ മാറ്റണം? അതിനെ ഇൻറ്റു 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 3:1 എന്ന് വരും. 3:1 എന്ന് പറയും. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. 3:1 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെയൊക്കെ വോളിയം, സർഫേസ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ, സർഫസ് ഏരിയ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് കോണിൻ്റെ കേസിൽ, സിലിണ്ടറിൻ്റെ കേസിൽ ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മുടെ +2ൻ്റെ ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ ടൈമില്ലെങ്കിൽ ആ ലാസ്റ്റ് ഭാഗം കാണാം. ഓരോ ഷേപ്സിൻ്റെ ഏരിയ എങ്ങനെ കാണാം, അതിൻ്റെ മറ്റുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നോക്കാം. റെഡി? വീണതാ ചോദിച്ചിട്ടുള്ളത്. ദ ഡയമീറ്റർ ഓഫ് എ സ്ഫെറിക്കൽ ബോൾ ഒബ്റ്റെയിൻഡ് ബൈ മെൽറ്റിംഗ് 3 സോളിഡ് മെറ്റാലിക് സ്ഫെറിക്കൽ ബോൾ. അപ്പോൾ സ്ഫിയറായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊക്കെ പഠിച്ചതാണ്, പക്ഷേ ഇതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുകയെന്ന് അറിയാം. പക്ഷേ ആ ഇക്വേഷൻ എന്താ അറിയില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് എ സ്ഫെറിക്കൽ ബോൾ ഒബ്റ്റെയിൻഡ് ബൈ, അതായത് ഒരു സ്ഫെറിക്കൽ ബോളിൻ്റെ ഡയമീറ്ററാണ് ഒബ്റ്റെയിൻഡ് ബൈ മെൽറ്റിംഗ് 3 സോളിഡ് മെറ്റാലിക് സ്ഫെറിക്കൽ ബോൾ. 3 സ്ഫെറിക്കൽ ബോളുകളുണ്ട്. അതിൻ്റെ റേഡിയസാണ് 3, 4, 5 തന്നിട്ടുള്ളത്. ഇത് ഉരുക്കി കിട്ടുന്ന, മെൽറ്റ് ചെയ്ത് കിട്ടുന്ന സ്ഫെറിക്കൽ ബോളിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. 3 ചെറിയ ബോളുകളുണ്ട്, വിചാരിക്കുക മെറ്റാലിക് ബോളുണ്ട്. ഇത് ഉരുക്കി കിട്ടുന്ന, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വലിയൊരു മെറ്റാലിക് ബോൾ ഉണ്ടാവുമല്ലോ, മെറ്റാലിക് സ്ഫിയർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എന്താണ് ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡബിൾ ദ റേഡിയസ് അല്ലേ, റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 കേസിലും വോളിയം ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. വോളിയം ഓഫ് എന്താണ്? സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ എത്രയാണ് വരുന്നത്? 4/3 πr³. 4/3 πr³. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 ചെറുത് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് വലുത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? അതായത് 3 ചെറിയ, അതായത് 3 നമ്മുടെ സ്മോൾ മെറ്റാലിക് സ്ഫിയേഴ്സ് ഉണ്ടല്ലോ, ഈ 3 എണ്ണം, അതായത് ഇപ്പോൾ അതിനെ എന്ത് പറയും, 1, 2, 3, ഈ 3 എണ്ണം കൂടിയും ഉരുക്കി കിട്ടുമ്പോൾ ടോട്ടലിൽ അതേ വോളിയല്ലേ, അത് ഇതിനൊരു വോളിയം ഉണ്ടാവും, ഇതിനൊരു വോളിയം ഉണ്ടാവും, ഇതിനൊരു വോളിയം ഉണ്ടാവും. ഇതും കൂടി മൊത്തം ആഡ് ചെയ്ത് കിട്ടുമ്പോഴല്ലേ നമുക്ക് ടോട്ടലിലെ വോളിയം കിട്ടുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ സ്ഫിയറിൻ്റെ വോളിയം എന്തായിരിക്കും? ഈ 3 എണ്ണത്തിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്തായിരിക്കില്ലേ അല്ലേ? അതിൽ സംശയമൊന്നുമില്ല. 3 എണ്ണം കൂടിയിട്ടാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ആ 3 എണ്ണത്തെയും കൂടി സമ്മായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയേ ഉള്ളൂ
വോളിയം ഓഫ് ദ ഫസ്റ്റ് സ്ഫിയർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ലാർജ് സ്ഫിയറിൻ്റെ വോളിയം. ലാർജ് സ്ഫിയറിൻ്റെ വോളിയത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 4/3 പൈ ക്യാപിറ്റൽ ആർ കൊണ്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. 4/3 പൈ ആർ ക്യൂബ് എന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റേ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഓഫ് സ്മോൾ കേട്ടോ, വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ. ഓരോന്നിനും വോളിയം ഉണ്ട്. 4/3 പൈ ഒരു R1 ക്യൂബ് ഉണ്ട് അല്ലേ, R2 ക്യൂബ് ഉണ്ട്, R3 ക്യൂബ് ഉണ്ട്. അപ്പോൾ ഓരോന്നുണ്ട്. ഇതിൻ്റെ ഒന്നിച്ചുള്ള സമ്മാണ് എഴുതാൻ പോണത്. സമ്മാണ് കേട്ടോ, മൊത്തമുള്ള സമ്മാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് എങ്ങനെ എഴുതാം, ആ വോളിയം എന്ന് പറഞ്ഞാൽ, ആ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, R1 ക്യൂബ് പ്ലസ് R2 ക്യൂബ് പ്ലസ് R3 ക്യൂബാണ് അല്ലേ. ഒന്നുമില്ല, അതിനെ ഒന്നിച്ച് എഴുതിയെന്നുള്ളൂ അല്ലേ. ഓക്കെ. അപ്പോൾ അത് രണ്ട് ഈക്വൽ. ലാർജ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടി സമ്മാണ്. ലാർജിൻ്റെ വോളിയം മൂന്നെണ്ണത്തിൻ്റെയും കൂടി സമ്മാണ്. അപ്പോൾ അത് നേരെ താഴെ എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ എന്തായി, ഈ ലാർജിൻ്റെ വോളിയം ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി അല്ലേ. റെഡി? എന്താണ് 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ലാർജിൻ്റെത് ഈക്വൽ ടു 4/3 പൈ സ്മോൾ R1 ക്യൂബ് പ്ലസ് R2 ക്യൂബ് പ്ലസ് R3 ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ. ഇനി R1 R2 R3 എന്താ മോള് തന്നിട്ടുണ്ട്. R1 R2 R3 എന്ന് പറയുന്നത് 3 4 5 ആണ്. എന്താണ് 3 4 5 ആണ്. എന്നിട്ട് താഴത്തേക്ക് എഴുത്. ഇപ്പം എന്ത് വരും, 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് 4/3 പൈ 3 4 5 അല്ലേ. അപ്പോൾ 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബ് എന്ന് വരും അല്ലേ. ഇനി നോക്കിക്കോ, രണ്ട് സൈഡിലും എന്തുണ്ട്, 4/3 പൈ ഉണ്ട്, ഇവിടെയും 4/3 പൈ ഉണ്ട്. ഞാനതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും, ആർ ക്യൂബ് എന്ന് പറയുന്നത് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബാണ് ആർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്, ഇതെന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × 3 9 × 3 27 പ്ലസ് 4 × 4 16ഉം 4ഉം 64, 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു ആർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര വരും 64ഉം 27 അല്ലേ. 64 എത്ര വരും, 84ഉം 7ഉം എത്ര, 91ഉം 125ഉം 91ഉം 125ഉം എത്ര വരും. ഓക്കെ. 100 തൊട്ട് 225, അതിന് എത്ര കുറയ്ക്കണം, ഒരു 9, 10 കുറച്ച് എത്ര വരും, 115 വരും. നമുക്ക് എത്ര കുറയ്ക്കേണ്ടുള്ളൂ, 9 കുറയ്ക്കേണ്ടുള്ളൂ. അപ്പോൾ 200 എത്ര വരും, 216 വരും അല്ലേ. 215 ആയിരുന്നു, 216 വരും. കൂട്ടി നോക്കാം കേട്ടോ, 216 അല്ലേ കിട്ടുന്നത്. ആർ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 216. ക്യൂബ് റൂട്ട് ഓഫ് 216 എന്തിൻ്റെ ക്യൂബ് റൂട്ടാണ് 216? 216 എന്തിൻ്റെ ക്യൂബ് റൂട്ടാണ്? 216 എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബ് റൂട്ടാണ്? 12ൻ്റെ അല്ലേ. അതായത് എന്ത് വരും, 6 എന്ന് പറയുന്നത് 12 വരും അല്ലേ. 12 × 12 × 12 ആണ് 216. 36 × 12 ആണ് 216 എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്നത് എന്താണ്, 12 വരും. സോറി 6 എന്ന് പറഞ്ഞാൽ എന്താ, 216ൻ്റെ ക്യൂബ് റൂട്ടല്ലേ. എന്താണ് 12 അതിൻ്റെ ഡബിളാട്ടോ. നോക്കണം, 36 × 6 ആണ് 216. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താ, 12 നമ്മുടെ ഡയമീറ്ററാണ്. സോറി നോക്കണേ. ഓക്കെ. എന്ത് വരും, 216 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 6 അല്ലേ. 6 × 6 36. ഈ 36 × 6 എന്ന് പറയുമ്പോൾ 6 6 36, 3 6 3 18 3 221. അപ്പോൾ
221 21, അപ്പോൾ 216. അപ്പോൾ 6 വരിക, സോറി. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 6 കിട്ടി. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 6 കിട്ടി. നമുക്ക് കിട്ടേണ്ട ഡയമീറ്ററാണ്. ഞാൻ ആൻസർ നോക്കിയപ്പോൾ 12 കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഡയമീറ്ററാണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡി അല്ലേ? നമുക്ക് ഡയമീറ്റർ ഡി ആണ് കിട്ടേണ്ടത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2R ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 6. അത് എത്രയാണ്? 12. അപ്പോൾ ഇപ്പോൾ തെറ്റിച്ച പോലെ തെറ്റിക്കരുത്, അതൊരു പാടാണ്. ഓക്കെ, 6 എന്ന് പറഞ്ഞ ഓപ്ഷനും നമ്മുടെ ഇതിലുണ്ട്, 12 എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 2 × 6 216. ക്ലിയർ? റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എന്താണ്? ദ ഏരിയ ഓഫ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി എന്താണ് ഇൻസ്ക്രിബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ എന്താ ചോദിച്ചത്? ഏരിയ ഓഫ് എ സ്ക്വയറിൻ്റെ ഏരിയ ആണ്. എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ? അതെന്താണ്? എ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആ സ്ക്വയർ എവിടെ? ഒരു സർക്കിളിനകത്താണ് ആ സ്ക്വയർ ഉള്ളത്. ഒരു സർക്കിളിനകത്താണ് സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിനകത്തൊരു സ്ക്വയർ ഉണ്ട്. സർക്കിളിനകത്ത് എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെയാണ് അതുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ആ സ്ക്വയർ ഉള്ളത്? ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ആയിട്ടുണ്ടാവും. സ്ക്വയർ ആണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സർക്കിളിൻ്റെ റേഡിയസ് 6 തന്നിട്ടുണ്ട് അല്ലേ? സർക്കിളിൻ്റെ റേഡിയസ് 6 തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊരു റേഡിയസ് വരച്ചിടാം. ജസ്റ്റ് ഒന്ന് വരച്ചത്, അത് 6 പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ റേഡിയസ് 6 തന്നെയായിരിക്കുമോ ഈ സൈഡ്? അല്ലെങ്കിൽ ഈ സൈഡിന് ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആവില്ല. മേ ബി ആവാം, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സർക്കിളിൻ്റെ റേഡിയസ് ആയി വരുന്ന ഒരാളുണ്ട് ഇവിടെ. അതാരാ? ഇങ്ങനെ ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ കോണിലേക്കാണ് വരച്ചതെങ്കിൽ അത് സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ് അല്ലേ? പക്ഷെ അങ്ങനെ സാധനത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ റേഡിയസ് ഇപ്പോൾ എന്തായി? ഡയമീറ്റർ ആയിട്ട് കിട്ടി. സർക്കിളിൻ്റെ ഡയമീറ്ററാണിത്. ഇതെന്താണ്? ഇത് സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. ഈ സ്ക്വയറിൻ്റെ സ്ക്വയറിൻ്റെ ഡയഗണലാണ്. ഇപ്പം എന്ത് കിട്ടി? സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് 6 കിട്ടി. ഡയഗണൽ എന്ന് പറയുന്നത് 6 കിട്ടി. ഡയഗണൽ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ എന്ന് പറയുന്നത് 1/2 d² ആണ്, ഈക്വൽ ടു 1/2 ഇവിടെ നോക്കണേ, റേഡിയസ് അല്ലേ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ ഡയഗണൽ എന്ത് വരും? ഇവിടെ 6 എന്ന് എഴുതുന്നത്. 6 + 6 12 ഡയഗണൽ വരിക. അപ്പോൾ ഇതെന്ത് വരും? ഇതിൻ്റെ സ്ക്വയറാണ് വരിക കേട്ടോ. അപ്പം 144 എന്താ എഴുതിയത്? ഇവിടെ 12 എന്ന് എഴുതി. മണ്ടത്തരം. ഓക്കെ, 1/2 12 സ്ക്വയർ അല്ലേ? 144/2 എത്ര വരും? 72. 72 ക്ലിയർ? 72 ആണ് വരിക. 72 ആണ് വരിക. റെഡി അല്ലേ? ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ടോപ്പ് ഓഫ് 2 പോൾസ് ഓഫ് ഹൈറ്റ് 16 മീറ്റർ 10 മീറ്റർ ആർ കണക്റ്റഡ് ബൈ എ വയർ. ഇഫ് ദ വയർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ദെൻ ദ ലെങ്ത് ഓഫ് ദ വയർ. ഇതാണ് ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ എവിടെയുള്ള ക്വസ്റ്റ്യനാണ്, ഏത് ഭാഗത്തുള്ള ക്വസ്റ്റ്യനാണെന്നൊന്നും നോക്കണ്ട. 2 പോളിൻ്റെ ടോപ്പുകൾ, പോൾ എന്ന് പറഞ്ഞപ്പോൾ 2 സാധനങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെ ടോപ്പ്, അപ്പോൾ ഈ ഒരു സാധനം ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ആൻസറിൽ എത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ കിട്ടുള്ളൂ. ടോപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തു. ഓക്കെ, 2 പോളുണ്ട്, അതിൻ്റെ ടോപ്പ് തമ്മിൽ കണക്ട് ചെയ്തത് ഈ വയറാണ്. ഈ വയറിൻ്റെ ലെങ്ത്ത് എന്താണെന്നാണ് ചോദിച്ചത്.
ഈ വയറിൻ്റെ ലെങ്ത് എന്താണെന്ന് വെച്ചത്. അപ്പോൾ ഇത് എവിടത്തെ ക്വസ്റ്റ്യനാണ്, ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മേൽക്കോണ് കീഴ്ക്കോണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ +2ൻ്റെ ആ ഒരു വീഡിയോയിൽ, +2 ലെവൽ മാത്സിൻ്റെ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താൽ. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണം. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. രണ്ട് പോളുകൾ തമ്മിലുള്ള, രണ്ട് പോളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ആ പോളുകൾ തമ്മിൽ കണക്ട് ചെയ്തത് ഒരു വയർ കൊണ്ടാണ്. അങ്ങനെ വെച്ച സമയത്ത് ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് വെച്ച് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? രണ്ട് പോൾ ഇതാണെന്ന് കൺസിഡർ ചെയ്യും. രണ്ട് പോള് ഇതാണെന്ന് കൺസിഡർ ചെയ്യും. ഇതിലെന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പോളിൻ്റെ ഹൈറ്റ് 16. അപ്പം എന്തായാലും അത് എന്താണ്, വലിയ പോളിൻ്റെ ഹൈറ്റ് ആയിരിക്കും 16 എന്ന് പറയുന്നത്. ചെറുതിൻ്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്, ചെറുതിൻ്റെ ഹൈറ്റ് 10 ആണ്. അപ്പം നമുക്കിവിടെ 10 എന്ന് എഴുതാം. ഇനി നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ഒന്നുകൂടി തന്നിട്ടുണ്ട്. എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ പോളുകൾ നമ്മൾ കണക്ട് ചെയ്ത് നമ്മളൊരു വയർ വലിച്ചിട്ടുണ്ട്, ഒരു വയർ കെട്ടിയിട്ടുണ്ട്. ഇതാണ് ആ വയർ എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ആ വയർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആംഗിൾ വരിക ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കട്ടെ. അതെന്തിനാണ്, നിങ്ങളെ നേരെയുള്ള കോണ്, ലൈൻ ഓഫ് സൈറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കണം, ഈ കോണ് ഫിഗർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വരച്ചത്. ഈ കോൺ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ കോണെന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ തന്നതിൽ വെച്ചിട്ട് ഞാൻ ഈ ഫിഗറിനെ ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെയും കൂടി വരച്ചു, ഈ ഫിഗറിനെ ഞാൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. ഇനി ഇതിൽ നിന്ന്, ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിഗറിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിളാണെന്ന് ഞാൻ പറയും അല്ലേ. ഇതെന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഒരു പോയിന്റ് നമുക്ക് കിട്ടി, ഒരു റൈറ്റ് ട്രയാങ്കിളാണ് കിട്ടിയത്. റൈറ്റ് ട്രയാങ്കിൾ ആണ് അത് എങ്കിൽ ഇവിടെ 90 ആണ് അല്ലേ, 90 ഡിഗ്രിയാണ് വരിക. മറ്റൊരു കോണ് തന്നിട്ടുണ്ട്, അത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. നോർമലായിട്ടും തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള, നമുക്ക് അറിയുന്ന ഒരു ടൈപ്പ് ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എന്തിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്, 1:√3:2 ആണ്. 1:√3:2 ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. പോരാത്തതിന് ഇനി ഒറ്റൊരു കാര്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തി. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തി. അതെന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് കിട്ടണം. നോക്ക്, ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടോ, അതായത് ഈ രണ്ട് പോളുകൾ ഇത്ര അകലത്തിലാണ് വെച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? രണ്ട് പോളുകൾ ഇത്ര അകലത്തിലാണ് വെച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താ തന്നിട്ടുള്ളൂ, ഒരാളത് 10 ആണ്, മറ്റാളത് 16 ഒരാളത് 10 ആണ്, മറ്റാളത് 16 അപ്പോൾ 10 കഴിഞ്ഞിട്ടല്ലേ 16 വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം 10, ഈ വലിയ പോളിൻ്റെ ഇത്രയും ഭാഗം 10, ബാക്കി ഇങ്ങോട്ടും കൂടി കൂടുമ്പോൾ 16 കിട്ടും. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? അതാണ് കളി. ഈ സൈഡ് എത്രയാണ്? അത് 6 കിട്ടും. മൊത്തം 10 മൊത്തം 16 അതിൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറുതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരിക്കും? ബാക്കിയുള്ള ആ 10 മീറ്ററുള്ള പോള് കഴിഞ്ഞിട്ടുള്ള നമ്മളിത് നോക്കുമ്പോൾ എത്ര വരും? 6 കിട്ടും. അതാണ് അതിൻ്റെ കളി, 6. ഇനി നോക്കണേ. അപ്പം ഞാൻ ഈ റേഷ്യോനെ എങ്ങനെ എഴുതാൻ പോവാണ്? 1x √3x 2x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്ത് കിട്ടിയിട്ടുണ്ട്? 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് 6 ആണ് കിട്ടിയിട്ടുണ്ട്. 60 ഡിഗ്രി എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 6 ആണ്. ഓക്കെ,
6 ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. എക്സ് എത്രയാണ്? എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതും ഇതൊക്കെ കിട്ടും. എക്സ് കണ്ടുപിടിച്ചതും ഇതൊക്കെ കിട്ടും. എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, √3x എന്ന് പറയുന്നത് 6 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 6/√3 അല്ലേ. സിമ്പിൾ. 6/√3 ആണെന്ത് എക്സ് എന്ന് പറയുന്നത്. 6/√3 ആണ്. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എക്സ് 6/√3 ആയാൽ ഇതെന്താ? 6/√3 ആണ്. 6/√3 ആണ് അല്ലേ. 2x എന്ന് പറയുന്നത് എന്താ? 2 × 6/√3. 2 × 6/√3 അല്ലേ. എഴുതിക്കോ. ഓരോ സൈഡും നമുക്ക് കിട്ടി. ഓരോ സൈഡും അതല്ല അതിൻ്റെ ആൻസർ എന്താണ്? എവിടെ? അത് 6 ആണ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് 2 × ഓക്കെ, ഓരോ സൈഡ് ഏതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് കിട്ടി? നമുക്കിവിടെ എഴുതാം. എന്തെഴുതാം? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? 6 ആണ്. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 2 × 6√3. അപ്പോൾ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് കിട്ടുന്നത് എന്താ? 2 × 6 അല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12/√3. 12/√3 എന്തെഴുതി? 12/√3. ഇനി 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റും കിട്ടിയിട്ടുണ്ട്. 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 6/√3. അതാണ് 6/√3. അതാണ് ഈ സൈഡ് എന്താണ്? 6/√3. 6/√3. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാതെ, അതായത് ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് ചോദിച്ചത് എന്ന് നോക്കാണ്ട് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇതിൽ ഏതൊരു മെഷർമെൻറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാണെന്നുള്ളത്. ഏതാ ചോദിച്ചിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദ വയറാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ലെങ്ത് ഓഫ് ദ വയറാണ്. എന്താണ് ലെങ്ത് ഓഫ് ദ വയർ? അപ്പോൾ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെങ്ത് ഓഫ് ദ വയർ ഇതാണ്. നോക്കിക്കോ, 12/√3. എന്താണ്? 12/√3. ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴേ 12√3 ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അല്ല, 12/√3 ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷനിൽ എന്തില്ല? 12/√3 കാണാമല്ല. 12/√3 എന്തുണ്ട്? 12 × √3 ഉണ്ട്. 4√3 ഉണ്ട്. 12 ഉണ്ട്. 6√2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 12/√3 നമ്മളൊന്ന് മാറ്റി എഴുതണം. എന്താണ് ആൻസർ? എന്താണ്? 12/√3. ഇതിനെങ്ങനെ എഴുതാം? 12ന് എനിക്ക് 4 × 3 എന്ന് എഴുതിക്കൂടെ അല്ലേ. 4 × 3/√3. ഇനി 4 × 3ന് ഞാൻ എന്ത് എഴുതും? √3 × √3 എന്ന് എഴുതും. കുഴപ്പമുണ്ടോ? √3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. താഴെ √3 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. കട്ട് ചെയ്തു. അപ്പോൾ എന്തായി? 4√3 എന്നായി അല്ലേ. 4√3. ഇപ്പോൾ ആൻസർ ഉണ്ടോ? ഈ ആൻസർ ഓപ്ഷനിലുണ്ടോ? 4√3. ഇതാണ് 4√3. ഓപ്ഷൻ ബി. അപ്പോൾ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതു. ആൻസർ കിട്ടി. അപ്പോൾ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷനില്ല. നമ്മൾ അതിനൊന്ന് മാറ്റി എഴുതേണ്ടതുണ്ടായിരുന്നു. എന്ത് കിട്ടി? മാറ്റി എഴുതിയപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ? ഓക്കെ.